സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈക്കോയിനെ പറ്റിയിട്ടാണ്. ഇത് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സമയത്ത് തൊട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് പൈ നെറ്റ്വർക്കിന്റെ പൈക്കോയിൻ. അപ്പൊ ഇതുവരെയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പൈക്കോയിനിൽ മൈൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പണ്ട് മൈൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തന്നെയും നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതാണ്. കാരണം സംതിങ് ബിഗ് ഈസ് ഗോണ ഹാപ്പൻ ഇൻ പൈ നെറ്റ്വർക്ക്. ഓൾറൈറ്റ്, അതിന്റെ നല്ലൊരു അനൗൺസ്മെന്റ് ആണ് അവർ ഇന്നലെ അനൗൺസ് ചെയ്തത് വിത്തിൻ ലാസ്റ്റ് 12 hours. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ ഈ പൈക്കോയിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 2020 ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആസ് എ സ്മോൾ പ്രോജക്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്യാപിറ്റൽ കുറവായിരുന്നു. അതായത് ആ ടീമും അതുപോലെ തന്നെ ടീമും വളരെ ചെറിയൊരു ടീമായിരുന്നു. പക്ഷെ നല്ലൊരു ഗ്രോത്ത് അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. അവര് tier 3 കൺട്രീസിലാണ് കൂടുതലായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് tier 3 കൺട്രീസ് ലാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അത് നമുക്കൊക്കെ മോശമാണ്. നമ്മളൊക്കെ ഏകദേശം tier 2 പക്ഷെ tier 2 നമ്മൾക്കും ഒരുപാട് അഡാപ്റ്റേഷൻ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് നല്ലൊരു ഫാൻ ബേസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇന്തോനേഷ്യ, ടാൻസാനിയ, ചൈന എന്ന പോലുള്ള രാജ്യങ്ങളൊക്കെ നല്ലൊരു ഫാൻ ബേസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മോർ ദാൻ 60 million എൻഗേജ്ഡ് ആയിട്ടുള്ള പയനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെന്നാണ് അവർ പറയുന്നത്, അവകാശപ്പെടുന്നത്. പക്ഷെ നമുക്കൊന്ന് വിലയിരുത്താം. പക്ഷെ ഇവര് വളരെ സ്ലോ ആയ കാരണം നമുക്ക് പെട്ടെന്ന് നല്ലൊരു അപ്ഡേഷൻസും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവായിരുന്നു. ഏകദേശം 6 കൊല്ലെടുത്തു അവർക്ക് ഇന്നത്തെ ഈ ഒരു സ്ഥിതിയിൽ അവര് എത്തിക്കണത്. ഇതിന് ഏറ്റവും നല്ലൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് അവർ അവരുടെ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യാണ്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരുടെ ട്വിറ്റർ ഹാൻഡിൽ തന്നെയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം പൈ നെറ്റ്വർക്കിനെ ബന്ധിപ്പിച്ചിട്ട് ഒരുപാട് ഫേക്കുകളും സ്കാമുകളും ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ അത് വലിയ തോതിലല്ല, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നു. ഓൾറൈറ്റ്, CMC അല്ലെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അവർ ലിസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐ ഡിഡ് ഇഗ്നോർ ദം. പക്ഷെ നമ്മൾ ഇന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ ഒരു ഇവാലുവേഷനും ആണ്. ഓക്കെ, ഏകദേശം 8 വർഷമായി ഞാൻ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ കളിക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ഒരു കാഴ്ചപ്പാടും എക്സ്പീരിയൻസും ഞാൻ ഈ ഒരു പൈ നെറ്റ്വർക്കിനെ പറ്റിയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അവരുടെ നെറ്റ്വർക്കിൽ അവര് വലിയ രീതിയിൽ February 20, 2025 അവര് അവരുടെ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അവരുടെ അനൗൺസ്മെന്റ് പേജിലോട്ട് പോയി കഴിഞ്ഞാല് അവര് February 11, അതായത് ഇന്നലെ അവര് ലോഞ്ച് ചെയ്തു, അതായത് പബ്ലിഷ് ചെയ്തു അവരുടെ എങ്ങനെയാണ് അവർ ഓപ്പൺ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഓപ്പൺ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിയർ ടു പിയർ ട്രാൻസാക്ഷൻസ് ചെയ്യാനുള്ള അവസരമാണ് അവര് ഒരുക്കുന്നത്. കാരണം ഇത്ര നാളും അവരുടെ നെറ്റ്വർക്ക് ക്ലോസ്ഡ് ആയിരുന്നു. അതായത് വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിരുന്നു നമുക്കൊരു ട്രാൻസാക്ഷൻ ചെയ്യാന്നുള്ളത്. പക്ഷെ ഇപ്പൊ അത് മാറാൻ പോവുകയാണ്. February 20 അവരത് ഓപ്പൺ ചെയ്യാണ്. അത് ട്രാൻസാക്ഷൻ എളുപ്പം ആക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് മെയിൻ ആയിട്ടുള്ള ന്യൂസ്. ഓക്കെ, ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ന്യൂസും കാര്യങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇറ്റ്സ് റിയലി ബിഗ്. ഓക്കെ, ഞാൻ കുറെ റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് UK, US ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് അവർ പാർട്ണർഷിപ്പ് വരുന്നുണ്ടെന്ന്. പക്ഷെ ദേ ആർ റൂമേഴ്സ്, ഇറ്റ്സ് നോട്ട് എ റിയൽ ആക്ച്വൽ ട്രൂത്ത് അൺലെസ് ഐ ഗെറ്റ് എ വെരിഫൈഡ് സോഴ്സ്. ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫെർദർ ആയിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ അനൗൺസ്മെന്റ് പേജ് mindpy.com അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നോക്കി വായിക്കാൻ മനസ്സിലാക്കാം. ഇവർ അവകാശപ്പെടുന്നത് 10 million മൈഗ്രേഷൻസ് നടന്നതാണ്. അതായത് നമ്മൾ ആദ്യം ചുമ്മാ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് മൈൻ ചെയ്യുക, അത് മാത്രമായിരുന്നു പരിപാടി. പക്ഷെ അതൊന്ന് മാറി KYCക്ക് ഉള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 6 മാസത്തേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്. അത് ചെയ്യാനായിട്ട് പൈക്കോയിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ സെറ്റിംഗ്സിൽ പോയിട്ട് KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, എന്നാൽ മാത്രമാണ് ഈ പരിപാടിയൊക്കെ മര്യാദയ്ക്ക് നടക്കുള്ളൂ, ചാലാവുള്ളൂ.
പിന്നെ പറയണത് അവരുടെ ഒരു ജേണിയെ പറ്റിയിട്ടാണ്. എൻക്ലോസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരുന്നു അത്. എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ KYC കംപ്ലീറ്റ് ചെയ്യാൻ സമയം കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഇക്കോ സിസ്റ്റത്തില് ഡെവലപ്പേഴ്സിനും ഒരുപാട് യൂട്ടിലിറ്റീസും കൊണ്ടുവരാനുള്ള ഒരു ടൈം പീരീഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഫീച്ചേഴ്സും യൂട്ടിലിറ്റീസും കൂട്ടാൻ. ഓക്കെ, അതിനുശേഷം ഒരു ഗ്രേസ് പീരീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് KYC കംപ്ലീറ്റ് ചെയ്യാൻ. അതിനിടയ്ക്ക് അവർ പൈഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു 2024. ഏകദേശം അത്ര നല്ല സക്സസ്ഫുൾ ആയിരുന്നു. ഇന്തോനേഷ്യ, ചൈന, അങ്ങനെ പറഞ്ഞ നല്ല ഇന്ത്യ പോലുള്ള നമ്മുടെ രാജ്യം അടക്കം നല്ല പാർട്ടിസിപ്പേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു ഫാൻ ബേസ് തന്നെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ഏകദേശം ആക്റ്റീവ് സെല്ലേഴ്സും അതുപോലെ തന്നെ മെർച്ചൻസും, അതായത് കട നടത്തുന്ന ആൾക്കാർ, അങ്ങനെ 28,000 കടക്കാരും കടല്ല, നമ്മുടെ ഷോപ്പ് ഓണേഴ്സ്. ഓക്കെ, ഷോപ്പ് ഓണേഴ്സിനെ ഈ ഒരു നെറ്റ്വർക്കിലോട്ട് കൊണ്ടുവരാനായിട്ട് അവർ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ പൈ വാലറ്റ്, അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ്സുകൾ അവർ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ KYC ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇഫക്ട്നെസ് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് പൈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ പൈ ബ്രൗസറിൽ വാലറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, വിച്ച് ഇസ് റിയലി നൈസ്. പക്ഷെ ഞാൻ വീണ്ടും പറഞ്ഞത് സമയം എടുക്കുന്നുണ്ട് അവര്. പക്ഷെ മണി ഈസ് മണി, ദാറ്റ്സ് ഇറ്റ്. സമയം എടുത്താലും പ്രശ്നമില്ല, ഐ വിൽ ടേക്ക് ദ റിസ്ക്. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നോ യുവർ ബിസിനസ് കംപ്ലീറ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അൺവെരിഫൈഡ് ആയിട്ട് ഏകദേശം 20 ആക്റ്റീവ് സെല്ലേഴ്സ് 28,000 ടെസ്റ്റ് മെർച്ചൻസ് ആണ്. അതായത് ടെസ്റ്റ് ചെയ്യണ ആൾക്കാർ, അതായത് ഈ നെറ്റ്വർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കി നിർത്തുന്ന 28,000 മെർച്ചൻസ് ഉണ്ടെന്നും, അതുപോലെ തന്നെ പക്ഷെ അതിൽ അതായത് ഏകദേശം ഒരു 50,000 സെല്ലേഴ്സ് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത് അക്രോസ് 160 കൺട്രീസ്, വിച്ച് ഈസ് സോർട്ട് ഓഫ് ഗ്രേറ്റ്, ഗുഡ്. പിന്നെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഒരു എളുപ്പമായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വേണം. അതായത് ഒരുപാട് കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അത് വായിക്കാം. പക്ഷെ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഓപ്പൺ ആക്കാൻ പോകുന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിന് ചുറ്റിപ്പറ്റിട്ട് നമുക്കിപ്പോ ഒരു പുതിയൊരു കോയിൻ വന്നിട്ടുണ്ട്. അതായത് പൈ എന്ന് പറഞ്ഞൊരു കോയിൻ നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ എടുക്കുന്നുണ്ട്. ഏകദേശം കോസ്റ്റിംഗ് അറൌണ്ട് $68.90 ആസ് ഓഫ് നൗ, ഇപ്പോഴത്തെ പ്രകാരം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, IOU എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എടുക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ സപ്ലൈ 68 മില്യൺ ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ സർക്കുലേറ്റിംഗ് സപ്ലൈ നിങ്ങൾ കാണണം. അതായത് ഇത്രയ്ക്ക് സപ്ലൈ ഉണ്ട്, പക്ഷെ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് 0 പൈ ആണ്. സോ ഈ ഒരു പ്രൈസിങ് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ IOU-ലാണ് കിടക്കുന്നത്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇത് ഒഫീഷ്യൽ ആണോ എന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടി ആയിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഈ പൈ എന്നൊക്കെ പറയുന്ന കോയിൻസ് പണ്ടും വന്നിട്ടുണ്ട്. അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോയിനൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇവിടെ നോക്കി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഈ IOU കോയിൻ എന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ദിസ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ, മേ ബി ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ വൺ, ചിലപ്പോൾ അതൊരു ഒഫീഷ്യൽ ആവാനുള്ള സാധ്യതയും ഇല്ല. ഓക്കെ, പക്ഷെ വണ്ടടിച്ച് പോകണ്ട. $70 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5,000-6,000 രൂപയ്ക്കാണ് കിടക്കുന്നത് ഒരു കോയിന്. ഓക്കെ, ഫ്രീ ആയി കിട്ടിയ ഒരു കോയിന്റെ വിലയാണ് $70, വിച്ച് ഈസ് സോ ഡാം ഗ്രേറ്റ്. പക്ഷെ നമുക്ക് നോക്കാം എന്തുണ്ടാവണേന്ന്. ഓക്കെ, നമുക്ക് കണ്ടറിഞ്ഞിട്ട് തന്നെ കാണണം. കാരണം ഇപ്പോൾ നമുക്ക് ദിസ് ഇസ് നോട്ട് ആൻ ആക്ച്വൽ പ്രൈസ്, കാരണം സർക്കുലേറ്റ് ചെയ്യുന്നില്ല ഒന്നും. പക്ഷെ ടോട്ടൽ സപ്ലൈ പിന്നെ ഫുള്ളി ഡയലൂട്ടഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 68 മില്യൺ ഈ പ്രൈസിൽ എത്ര ഉണ്ടായിരിക്കുന്നതാണ് ഇത് പറയണത്. ഓക്കെ, അതാണ് ഫുള്ളി ഡയലൂട്ടഡ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആസ് ഓഫ് ടുഡേ 12th of February 2025 നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കത് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടി വരും. അപ്പൊ എന്താണ് ഈ IOU? ഓക്കെ, അപ്പൊ നമ്മൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. ഓക്കെ, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യില്ല. നമ്മൾ നേരെ പോയി പൈസ കൂടി ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഒക്കെ പ്രശ്നം. നമ്മൾ ചെറിയൊരു റിസർച്ച് ചെയ്യുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ആൾക്കാർ നഷ്ടം വരുന്നു നമ്മുടെ ക്രിപ്റ്റോ കറൻസിയിൽ. അതിനെപ്പറ്റി നല്ലൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിൽ ഞാൻ വൺ ഓഫ് ദി മെയിൻ കാര്യം പറഞ്ഞത് റിസർച്ച് നടത്താത്ത കാരണത്താലാണ്. അപ്പോൾ മര്യാദയ്ക്ക് കണ്ട് റിസർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമൊന്നും വരില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഈ IOU ടോക്കൺസ് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റ് എ പ്രോമിസറി ഓഫ് അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, when are often used in cryptocurrency assistance or during token sales before the actual asset is available. ഓക്കെ, നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ആക്ച്വൽ ആയിട്ടുള്ള ഒരു അസറ്റ് സെല് ചെയ്യാനേക്കാളും IPO എന്നൊക്കെ പറയും, വേണമെങ്കിൽ നമ്മുടെ സിമിലർ ടു IPO എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആക്ച്വൽ സെല്ലിംഗ് നടക്കുന്നതിനേക്കാളും മുന്നേ
ഒരു ഇമാജിനറി സെൽ ആൻഡ് ബൈയിങ് നടത്തുന്നു, എന്നിട്ട് അതിന്റെ ഒരു വാല്യൂഷൻ കാണുന്നു. അതാണ് ഈ IOU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ആക്ച്വൽ പ്രൈസ് ആവാനുള്ള സാധ്യതയില്ല, ചിലപ്പോൾ ആവാനും സാധ്യതയുണ്ട്. പക്ഷെ ആസ് ഓഫ് നൗ ദിസ് ഈസ് ദ കറന്റ് സിറ്റുവേഷൻ. ഇതിന് പുറമെ ആയിട്ട് ഒരുപാട് ആൾക്കാർ 100, 500, 1000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിളി ദേ ആർ ലൈക്ക് സ്കാമേഴ്സ്. അവരെ ഞാൻ വിശ്വസിക്കില്ല. ഓക്കെ, പക്ഷെ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാതും ഒഫീഷ്യൽ ആയിട്ടുള്ള ചാനൽസിലുള്ള അനൗൺസ്മെന്റുകളാണ്. എന്നാലും ഞാൻ പറഞ്ഞോളൂ, അവർക്ക് റൂമേഴ്സുകളുണ്ട്, അവർ കുറെ യൂണിവേഴ്സിറ്റികളായിട്ട് ഡാറ്റ ഷെയറിങ്ങോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നു ഇൻ ദ കമ്മ്യൂണിറ്റി. പക്ഷെ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പൊ നിങ്ങൾ ഇത് ഈ പൈക്കോയിൻ ഓപ്പൺ ആവുന്ന സമയത്ത് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ KYCകൾ നിർബന്ധമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക, പൈക്കോയിൻ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കാരണം ഒട്ടുമിക്ക എല്ലാവരും പോയിട്ടുണ്ടാവും, നെവർ മൈൻഡ്, കാരണം ഇത്രയ്ക്കൊന്നും ക്ഷമയില്ല നമ്മുടെ കയ്യിൽ. പക്ഷെ എൻ്റെ 6 വർഷമായിട്ട് ഇപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ലോഗിൻ ചെയ്യുക, സെറ്റിംഗ്സിൽ പോവുക, KYC കംപ്ലീറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം 20-ാം തീയതി നമ്മൾ ഇതിനെ പറ്റി കൂടുതൽ അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. അതിനുവേണ്ടി താഴെ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, പിന്നെ മണി അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ദിസ് ഇസ് ദർശൻ സൈനിങ് ഓഫ്. പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.